ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാം ആണ് കേട്ടോ നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലിപ് ബാം ചെയ്തിരിക്കണമെന്നുള്ളതും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചൂസ് ആക്കിയിരിക്കണമെന്ന് നോക്കാം കേട്ടോ. രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വെയ്റ്റ് മെഷീനും അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രവും വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ബീസ് വാക്സ് ആണ്. തേനീച്ച മെഴുകില്ലേ, അതാണ് കേട്ടോ. രണ്ട് ടൈപ്പിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. റിഫൈനഡും ഉണ്ട്, അൺറിഫൈനഡും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റിഫൈനഡ് ആയിട്ടുള്ള ബീസ് വാക്സ് ആണ് കേട്ടോ. അൺറിഫൈനഡ് എടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. മറ്റു വാക്സുകളെയൊക്കെ അപേക്ഷിച്ച് ഈ ഒരു ബീസ് വാക്സിന് ഇച്ചിരി റേറ്റ് കുറവുണ്ട് കേട്ടോ. ഇതെന്തിനാണ് യൂസ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഡ്രൈ ലിപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നല്ല സ്മൂത്ത് ടെക്സ്ചറിലോട്ട് കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് ഗ്ലോസി ഫിനിഷ് കൊണ്ടുവരാനും വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീസ് വാക്സ് ഒരു 10 ഗ്രാമിൻ്റെ അടുത്താണ് എടുത്തിരിക്കുന്നത്. ഓരോ ഐറ്റംസ് ചേർക്കുമ്പോഴും ടയർ അമർത്തിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അടുത്തായിട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് കൊക്കോ ബട്ടറാണ്. കോസ്മെറ്റിക് ബട്ടേഴ്സിൽ മെയിനായിട്ടും ഉപയോഗിക്കുന്ന ബട്ടറുകളാണ് ഷിയ ബട്ടർ, മാംഗോ ബട്ടർ, അതുപോലെ തന്നെ കൊക്കോ ബട്ടർ. ഈ കൊക്കോ ബട്ടറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊക്കോ ബട്ടറിൽ വൈറ്റമിൻ എ ആൻഡ് ഇ അധികമായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സൺ ഡാമേജസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കൊക്കോ ബട്ടർ നമ്മൾ ചേർത്തിരിക്കുന്നത് 7 ഗ്രാമാണ്. അടുത്തായിട്ട് ചേർക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഇത് വേമ്പാടപ്പട്ടയുടെ ഓയിലാണ്. അതായത് വേമ്പാടയുടെ റൂട്ട് നമുക്ക് അങ്ങാടി മരുന്ന് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ച ഒരു റൂട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ, ഈ ഏതെങ്കിലും ഒരു ഓയിൽ നമുക്ക് ഇൻഫ്യൂസ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഓയിലാണ് കേട്ടോ. നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓയിലൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു 12 ഗ്രാമിൻ്റെ അടുത്ത് വേമ്പാടപ്പട്ടയുടെ ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള കളറിലൊക്കെ ലിപ് ബാം ചെയ്ത് കൊടുക്കാനായിട്ട് പൗഡർ കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ വേമ്പാലം പട്ടയുടെ ഓയിൽ, മഞ്ചിഷ്ടയുടെ ഓയിൽ, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് പൗഡർ, ഇതൊക്കെ വെച്ചിട്ട് ലിപ് ബാം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നതും നമ്മുടെ ലിപ്പിന് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ UV ഡാമേജസിൽ നിന്ന് നമ്മുടെ ലിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പൊല്യൂഷനിലുള്ള ഡാമേജിൽ നിന്ന് നമ്മുടെ ലിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആൽമണ്ട് ഓയിൽ വളരെയധികം നല്ലതാണ്. ആൽമണ്ട് ഓയിൽ ഒരു 10 ഗ്രാമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഫേസ് എയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ബീസ് വാക്സ് ഒരു 10 ഗ്രാം എടുത്തു, കൊക്കോ ബട്ടർ 7 ഗ്രാം, കോക്കനട്ട് ഓയിൽ 12 ഗ്രാം, അതായത് വേമ്പാലം പട്ടയുടെ ഓയിൽ, പിന്നെ ആൽമണ്ട് ഓയിൽ ഒരു 10 ഗ്രാം. ഇത്ര ഐറ്റംസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇതൊന്നും മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിലും അതുപോലെ തന്നെ വാക്സും ബട്ടറും എല്ലാം കൂടെ കൂടിയിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ നമ്മുടെ ലിപ് ബാം ഒഴിച്ചു വെക്കാനായിട്ട് പോകുന്നത്. ഇതൊരു 8 ഗ്രാമിൻ്റെ ലിപ് ബാം കണ്ടെയ്നറാണ്. അതവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ ഇവിടെ ആ ഒരു മിക്സ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1-2 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. ഒന്നല്ലെങ്കിൽ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓയിൽ വാങ്ങാൻ കിട്ടും, അതാണെങ്കിലും ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒരെണ്ണം പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വൈറ്റമിൻ ഇയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ഡ്രൈ ലിപ്പ്, ചാപ്ഡ് ലിപ്പ്, അതിൽ നിന്നുള്ള ഈ ഡെഡ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ന്യൂ സെൽസ് വരാനായിട്ട് വളരെയധികം സഹായകപ്രദമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അങ്ങനെ അത് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ടെന്ന് പറയുന്നത് ചെറിയായിട്ടൊരു സ്മെല്ല് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റോസിൻ്റെ ലിപ് ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 3-4 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു തിക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മിക്സ് ജസ്റ്റ് ഒന്നും കൂടെ ചൂടുവെള്ളത്തിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഈ ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ.
ലിപ് ഫ്രാഗ്രൻസ് ഒക്കെ ചേർക്കണം എന്നുള്ളത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഒഴിക്കുമ്പോൾ നല്ലൊരു റെഡിഷ് കളറിലോട്ടായിരിക്കും നമ്മുടെ ആ ഒരു മിക്സ് ഇപ്പോൾ കിട്ടുക. പക്ഷേ ഇത് സെറ്റായി കഴിയുമ്പോൾ ഇത്രയും കളറൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ 3 കണ്ടെയ്നറിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കളറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇപ്പോൾ ഒഴിക്കണേൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ എങ്ങനെയാണെന്നുള്ളതും ഇനി കളർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ഫൈനലി എങ്ങനെയാണ് കിട്ടണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ലിപ്പ് പേസ്റ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ രണ്ടും എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇതുപോലെ ഓർഡർ പറയുകയാണ്, കളർ ചേർക്കണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കളറും കൂടെ ചേർത്തിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്കൊന്നും കൂടെ ചൂടാക്കിയിട്ട് ആ ഒരു കണ്ടെയ്നറിലോട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദേ കണ്ടോ, ഈ ഒരു കളറിലാണ് നമ്മുടെ ആ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള 3 കണ്ടെയ്നറിലോട്ടും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് 6 എണ്ണത്തിനുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വേണ്ട, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ മതിയാകും. അങ്ങനത്തെ നമ്മൾ ടോട്ടൽ 6 കണ്ടെയ്നറിലാക്കിയപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. 3 കളർ ചേർത്തും 3 കളർ ചേർക്കാതെ അതിൻ്റെ നാച്ചുറൽ കളറിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫൈനൽ ഇത് സെറ്റായിട്ട് ഏത് കളറിലാണ് കിട്ടിയേക്കണേന്ന് നോക്കാം. ഇപ്പോൾ ഒഴിച്ചു വെച്ചപ്പോൾ നല്ലൊരു കളറിലാട്ടോ നമ്മുടെ ഒരു ലിപ് ബാം കിട്ടിയിരിക്കുന്നത്. സെറ്റായി കഴിയുമ്പോൾ ഇത്രയും കളറൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. 1 മണിക്കൂറൊന്നും വേണ്ട, ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ. സെറ്റായിട്ട് കാണിച്ചു തരാം. ആ ഒരു കണ്ടെയ്നർ മെത്തിച്ച് നമ്മുടെ ലിപ് ബാം ഒഴിച്ചിട്ടില്ല. അതിൻ്റെ മുകളിലൊരു ലിട്ടും കൂടെ വരാനുള്ളതാണ്. അങ്ങനത്തെ ലിപ് ബാമൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കി, നമ്മുടെ ഒഴിച്ചു വെച്ച സമയത്ത് നല്ല ഡാർക്ക് റെഡായിരുന്നു. ഇപ്പോൾ ഒരു ലൈറ്റ് റെഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലിപ് ബാമാണ് കേട്ടോ. ഈ ഒരു കളറിലാണ് നമ്മുടെ ലിപ് ബാം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ കളർ ആഡ് ചെയ്യാത്തതാണ് കേട്ടോ. ഇതൊരു പിങ്കിഷ് കളർ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് വശം ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ ലിപ് ബാമും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാനായിട്ട് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിൽ സെയിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ 2 ലിപ് ബാമും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 2 കളറിലുള്ള ലിപ് ബാമും, ഒന്ന് കളർ ആഡ് ചെയ്തതും മറ്റേത് കളർ ആഡ് ചെയ്യാത്തതും. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഓർഡർ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ലിഡും ഇതുപോലെ ക്യാപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ ലിപ് ബാം ഈ ഒരു രീതിയിലായിരിക്കും ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഇതിന് മുകളിൽ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും. റീസെല്ല് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാത്തിനും ഇതുപോലെ ലിഡൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലിരുന്ന് ചെറിയ രീതിയിലെങ്കിലും വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മൾ റീസെല്ലും ചെയ്യുന്നുണ്ട്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലിപ് ബാം മാത്രമല്ല, നമ്മുടെ കയ്യിൽ സോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ് വാഷ്, ഷാമ്പു, ജെല്ലുകൾ ഒക്കെ അവൈലബിൾ ആണ്. സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്ത് നോക്കുക. താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഒരുപാട് കൂട്ടുകാർ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റുകളൊക്കെ ചെയ്ത് നോക്കി സക്സസ് ആയി അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് തരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടല്ലോ എന്ന്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടാണ് നമ്മൾ ലിപ് ബാമിൻ്റെ ആണെങ്കിലും സോപ്പിൻ്റെ ഒക്കെ ആണെങ്കിലും മെഷർമെൻറ്റ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.